നമസ്കാരം. എല്ലാവർക്കും എല്ലാ ദിവസവും രാവിലെ 8 മണിക്കുള്ള പ്രധാനപ്പെട്ട മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് തിരിച്ചു കയറുന്നതാണ് നമ്മൾ കണ്ടത്. മിനിഞ്ഞാന്ന് 13-ാം തീയതി ഈ മാസത്തെ കുത്തനെയുള്ള ഏറ്റവും വലിയ ഇടിവ് നമ്മുടെ മാർക്കറ്റ് ഫേസ് ചെയ്തു. തിങ്കളാഴ്ചത്തെ കുത്തനെയുള്ള കയറ്റത്തിനു ശേഷം ഇന്നലെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുവാൻ അല്ലെ പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്യുവാൻ കാരണം പ്രധാനമായും IT സെക്ടറിലുണ്ടായ റാലിയാണ്. അതുപോലെ തന്നെ അമേരിക്കയുടെയും ഇന്ത്യയുടെയും പ്രതീക്ഷിച്ചതിനേക്കാളും നന്നായി വന്ന ഇൻഫ്ലേഷൻ ഡേറ്റയാണ്. പ്രിസൈസ് ആയി നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ റേറ്റ് 3.16 എന്ന നിലയിലേക്ക് ഇടിഞ്ഞു. ഇത് 6 വർഷത്തിന് ശേഷമാണ് ഇത്രയും കുറഞ്ഞ ഒരു ഇൻഫ്ലേഷൻ ഡാറ്റ വരുന്നത്. ഇന്ത്യ വിക്സ് ഇന്നലെ 5.38% ഇടിവ് രേഖപ്പെടുത്തുകയുണ്ടായി. 17.22 എന്ന നിലയിലാണ് ക്ലോസ് ചെയ്തത്. ഇന്ത്യ വിക്സ് 18-ന് താഴേക്ക് വന്നപ്പോൾ തന്നെ നമ്മുടെ മാർക്കറ്റിൽ കുറെ നാളത്തിന് ശേഷം, അതായത് ഏകദേശം പെഹൽഹാം അറ്റാക്കിന് ശേഷം ഏകദേശം 3 ആഴ്ചയ്ക്ക് ശേഷം നമ്മുടെ മാർക്കറ്റിൽ ഒരു ശാന്തത ഇന്നലെ നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. ഇൻഫ്ലേഷൻ റേറ്റ് കുറഞ്ഞത് മൂലം തന്നെ ഇന്നലെ റിയാലിറ്റി സെക്ടറിലും ഒരു റാലി കാണുവാൻ സാധിച്ചു. കാരണം റേറ്റ് കട്ട് എക്സ്പെക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായി. ഇനി നമുക്ക് പ്രധാനമായും നമ്മുടെ ഇന്നത്തെ സ്റ്റോക്കിംഗ് വാർത്തകളിലേക്ക് കടക്കാം. ഇത് ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല, ജസ്റ്റ് വാർത്തകൾ ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം. ബർജർ പെയിന്റ്സ് എല്ലാ റിസൾട്ടുകളും Q4 ആണ്. കമ്പനിയുടെ ലാഭം 18% ഉയർച്ച രേഖപ്പെടുത്തി 262 കോടി രൂപ കരസ്ഥമാക്കി. ശ്രീ സിമന്റ് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 574 കോടി രൂപ രേഖപ്പെടുത്തി. കീസ്റ്റോൺ റിയൽറ്റേഴ്സ് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 2 മടങ്ങിലേറെ വർദ്ധിച്ചു. 31 കോടി രൂപയിൽ നിന്ന് 65 കോടി രൂപയിലേക്കായി വളർച്ച രേഖപ്പെടുത്തി. വി ഗാർഡ് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 20% വളർച്ച രേഖപ്പെടുത്തുകയുണ്ടായി. 91 കോടി രൂപ കമ്പനി നേടുകയുണ്ടായി. ലാഭമായി 1.5 രൂപ പെർ ഷെയർ കമ്പനി ഡിവിഡൻഡും പ്രഖ്യാപിച്ചു. ഇഡൽവൈസ് ഫിനാൻഷ്യൽ സർവീസസ് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 38% ഇടിവ് രേഖപ്പെടുത്തുകയുണ്ടായി. 169 കോടിയിൽ നിന്നും 105 കോടിയിലേക്ക് ലാഭം ഇടിവ് രേഖപ്പെടുത്തി. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ സർവീസസ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 8% ഇടിവ് രേഖപ്പെടുത്തി. കമ്പനിയുടെ റവന്യൂവും 7% ഇടിവ് രേഖപ്പെടുത്തുകയുണ്ടായി. വേദാന്ത കമ്പനി 3500 കോടി രൂപയുടെ ഫണ്ട് റൈസിംഗ് പ്ലാൻ ചെയ്യുന്നതായി ന്യൂസ് വരുന്നുണ്ട്. ത്രൂ ബോണ്ട് സെയിലാണ്. ജയം ഫൈനാൻഷ്യൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 5 മടങ്ങ് വർധനവ് രേഖപ്പെടുത്തി. 27.5 കോടി രൂപയിൽ നിന്ന് 134 കോടി രൂപയിലേക്ക് കമ്പനിയുടെ അറ്റാദായം വളർന്നു. 2.7 രൂപ പെർ ഷെയർ ഡിവിഡൻഡും കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആദിത്യ ബിർള ക്യാപിറ്റൽ കമ്പനിയുടെ ലാഭം 865 കോടി രൂപ രേഖപ്പെടുത്തുകയുണ്ടായി. ഗ്രാഫൈറ്റ് ഇന്ത്യ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 213% വളർച്ച രേഖപ്പെടുത്തി. 16 കോടി രൂപയിൽ നിന്നും 50 കോടി രൂപയായി കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് വളർച്ച രേഖപ്പെടുത്തി. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.